വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഉച്ചയ്ക്ക് കഞ്ഞിയാണ് റോണ കൊണ്ടുവന്നത്. ലളിതമായ ഭക്ഷണം മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതും പൊടിയരിക്കഞ്ഞി അവളെ കൊണ്ട് കഴിപ്പിച്ചു. രുദ്രൻ തന്നെയാണ് അവൾക്ക് കൊടുത്തതും. അവൾ ബാക്കിയാക്കിയ കഞ്ഞി തന്നെയാണ് അവനും കുടിച്ചത്. അത് കണ്ടിട്ടും വിഷു തടഞ്ഞില്ല. തടഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവൾക്കറിയാം. അവൻ വിചാരിച്ചതേ അവൻ നടത്തും. സമയം അങ്ങനെ കടന്നുപോയി. യശുവിനെ നോക്കി രുദ്രൻ സമയം പോയത് അറിഞ്ഞില്ല. അല്ലെങ്കിലും ഏതൊരാളും ഹോസ്പിറ്റലിൽ കയറിയ സമയം എങ്ങോട്ട് പോയെന്ന് അറിയാതെ പകക്കും. യശുവിൻ്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കിയത് രുദ്രനാണ്. ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും ഫുഡ് കഴിപ്പിക്കുന്നതും ഒക്കെ അവൻ തന്നെയാണ്. വൈകുന്നേരമായപ്പോഴേക്കും മരുന്നിൻ്റെ എഫക്റ്റ് വിട്ടപ്പോൾ യശുവിന് മുറിവ് നന്നായി വേദനിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വേദനക്കുള്ള ഇഞ്ചക്ഷൻ എടുത്തു. ഒരു 7 മണിയൊക്കെ ആയതും ദേവിയും മോഹനും വന്നു. കുറച്ചു നേരം മാത്രം യശുവിൻ്റെ അടുത്തിരുന്ന് അവർ തിരിച്ചുപോയി. ഒന്നാമത് വേദന കൊണ്ട് അവൾ പിടയുന്നത് കാണാൻ വയ്യ. ഇന്നത്തെ ഒരു രാത്രി വേദനയുണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ലല്ലോ. രുദ്രൻ അവളുടെ നെറ്റിയിൽ തലോടിയും കയ്യിൽ പിടിച്ചും അവളുടെ അടുത്ത് തന്നെ ഇരുന്നു. പകർന്നു വെക്കാൻ കഴിയുന്ന ഒന്നായിരുന്നെങ്കിൽ അവനത് സ്വീകരിക്കുമായിരുന്നു. അതിനും കഴിയില്ലല്ലോ. ആ ഒരാൾ സ്വയം അനുഭവിക്കേണ്ടേ. ശരീരത്തിലെ വേദന അങ്ങനെയല്ല. അന്നത്തെ രാത്രി യശുവും രുദ്രനും അങ്ങനെ കഴിച്ചു കൂട്ടി. വേദന സഹിച്ചു പിടിച്ചും കരഞ്ഞും കൊണ്ട് അവൾക്ക് കാവലായി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അവനും. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും വേദനയൊക്കെ കുറഞ്ഞു. ആൽബിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആനയും ജോണും നിച്ചുവിനെയും കൂട്ടി യശുവിനെ കാണാൻ വന്നു. നിച്ച് അപ്പോഴും ആനയുടെ സ്വഭാവം പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നില്ല. അവൾക്കെന്തോ പേടിയായിട്ട് ഇതെല്ലാം വേറൊരു തരത്തിൽ അഭിനയമാണോ എന്ന് അല്ലെന്ന് ഓരോ നിമിഷവും ആന തെളിയിച്ചു. കുറച്ചു നേരം ഇരുന്ന ശേഷം അവരും മടങ്ങി. ഈ ആക്സിഡന്റിന് പിന്നിൽ സ്റ്റീഫൻ ആണെന്നോ ആൽബി മരിച്ചെന്നൊന്നും ആരും അവളോട് പറഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരാഴ്ചക്കാലം മാറ്റമില്ലാതെ അങ്ങനെയൊക്കെയായി മുന്നോട്ട് പോയി. ആ സമയങ്ങളിൽ ഒരു മിനിറ്റ് പോലും രുദ്രൻ അവളിൽ നിന്നും മാറിയിരുന്നില്ല. അവൾ കഴിക്കുന്നത് കഴിച്ചും അവളോട് സംസാരിച്ചും ആ റൂമിൽ കിടന്നും അവിടുത്തെ ബാത്റൂമിൽ കുളിച്ചും അവൻ ആ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എന്തിനും ഏതിനും റോണയും മനുവും കൂടെ ഉണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് യേശുവിനെ മാൻഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് യേശു. ഒന്നും വേണ്ട, ആരെയും പേടിക്കാതെ അവൾ ഡിച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്ന് ഉറങ്ങാലോ. അതാണ്. മാൻഷന്റെ മുറ്റത്ത് കാറ് നിർത്തിയതും യേശു കണ്ണുകൾ അടച്ചുകൊണ്ട് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. ജീവൻ ഇപ്പോഴാണ് ശരിക്കും തിരിച്ചു കിട്ടിയ ഫീല്. ആദ്യമായി രുദ്രന്റെ കയ്യിൽ പിടിച്ച് മാൻഷന്റെ അകത്തേക്ക് കയറുന്ന പോലെയായിരുന്നു. രുദ്രനെ നെഞ്ചിൽ ചാരി അവന്റെ കയ്യിൽ കിടന്ന് അവൾ പടികൾ കയറുമ്പോൾ ഒരു 2ാം ജന്മം. ദൈവം തിരിച്ചു തന്ന 2ാം ജന്മം. രുദ്രൻ യേശുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. രുദ്ര, മോൾക്ക് വേണ്ടി ആ റൂമാണ് ശരിയാക്കിയിരിക്കുന്നത്, അതിൽ കിടത്തിയേക്ക്. പിന്നിൽ നിന്ന് ദേവി പറഞ്ഞതും രുദ്രന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കാനാവാതെ അവിടെ നിന്നു. യേശുവിൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിച്ചു. അവൾ 2 കൈകൾ കൊണ്ടും അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചു. ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലിട്ട് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. അതൊക്കെ ഒരു നിമിഷം ഇല്ലാതെ ആയപ്പോലെ. എന്നെ താഴെ റൂമിലേക്ക് എടുത്തോ, ഇച്ചയില്ലാതെ എനിക്ക് പറ്റില്ല. യേശു രുദ്രന്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മറുപടിക്കായി മുഖത്തേക്ക് നോക്കി അവൻ്റെ കയ്യിൽ കിടക്കുവാണ്. രുദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് മുത്തി. ശേഷം തിരിഞ്ഞ് ദേവിയെ ഒന്ന് നോക്കി. ഒരു കത്തുന്ന നോട്ടം. അതിലുണ്ടായിരുന്നു അവർക്കുള്ള മറുപടി. പിന്നെ ഒന്നും മിണ്ടാതെ രുദ്രൻ യേശുവിനെയും കൊണ്ട് മുകളിലേക്ക് നടന്നു. യേശുവിൻ്റെ കണ്ണുകളിലും ആശ്വാസത്തിൻ്റെ തിര അലടിക്കുന്നത് അവൻ പ്രണയത്തോടെ നോക്കി. പതിയെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി അവരുടെ മുറിയിലേക്ക്. ഓ, കുറേ ദിവസത്തിന് ശേഷം ആ പഴയ എണ്ണൊന്ന് കണ്ടു. ആ നോട്ടം അമ്മ ഭസ്മ എന്ന് തോന്നുന്നു. ഭാവം. കണ്ണൻ ദേവിയെ നോക്കി കളിയാക്കി പറയുമ്പോൾ ദേവി അവനെ നോക്കി തറപ്പിച്ച് നോക്കി. പിന്നെ ചവിട്ടി കുലുക്കി അകത്തേക്ക് പോയി. അവളോട് ഞാൻ അപ്പോഴും പറഞ്ഞതാ അവൻ മോളെ താഴെ കിടത്തില്ല എന്ന്. അത് അവനോട് പറയാനേ പോവേണ്ടെന്ന്. എങ്ങനെയെങ്കിലും അവരുടെ റൂമിലെത്തിയാൽ മതിയെന്ന അവരുടെ 2 പേരുടെയും മനസ്സിൽ. അതിനിടയിലാ മോഹൻ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ ചിരി എല്ലാവരിലേക്കും പടർന്നു. റോണ ഹോസ്പിറ്റലിലാണ്, അല്ലാത്തവരൊക്കെ മാൻഷനിലുണ്ട്. അതിനിടയിൽ ആനയും ജൂണും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. പക്ഷേ രുദ്രൻ മാത്രം അവരോടും മിണ്ടില്ല. ബാക്കിയുള്ളവരൊക്കെ അവരോട് സംസാരം തുടങ്ങി. വലിയൊരു അടുപ്പമില്ലെങ്കിലും തിരക്കേടില്ലാത്തൊരു ബന്ധം ഇപ്പോൾ 2 വീട്ടുകാരും തമ്മിലുണ്ട്. രുദ്രനും യേശുവും അവളുടെ റൂമിൻ്റെ വാതിലിലെത്തി. രുദ്രൻ യേശുവിനെ നോക്കിയതും അവളൊരു ചിരിയോടെ അവളുടെ കൈ കൊണ്ട് ഡോറ് തുറന്നു. രുദ്രൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി പതിയെ അവളെ ബെഡിലേക്ക് എടുത്തി. എന്നിട്ട് അവളുടെ നെറ്റിയിൽ നേർമയായെന്ന് മുത്തി. ശേഷം അവളിൽ നിന്നും അകന്ന് റൂം അടച്ച് അവൾക്ക് അടുത്തേക്ക് വന്നു. രുദ്രൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൾ 2 കൈകളും അവൾക്ക് നേരെ നീട്ടി. രുദ്രനൊന്നും മിണ്ടാതെ അവളുടെ മാറിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു. യേശു 2 കൈകൾ കൊണ്ടും അവനെ പൊതിഞ്ഞു പിടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും അവളുടെ വസ്ത്രവും കിടന്ന് അവളുടെ നെഞ്ചിലേക്ക് നനവിറങ്ങി.
അവൻക്ക് അറിയുവാണെന്ന് മനസ്സിലായതും അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അവൾക്കറിയാം ഈ ഒരാഴ്ചക്കാലം അവൻ ഉറങ്ങിയിട്ടില്ലെന്ന്. മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് ഇടയ്ക്കൊക്കെ ഇഷ്യൂ ഉറങ്ങും. എന്നാൽ അതുപോലും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോഴും അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കാണാം. അത് കാണുമ്പോൾ അവളുടെ നെഞ്ച് കലങ്ങി. ഒന്നടുത്തിരിക്കാനോ സംസാരിക്കാനോ കിടക്കാനോ ഒന്നിനും ഒരു പ്രൈവസി ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് റൂമിലേക്ക് നേഴ്സും ഡോക്ടറും അങ്ങനെ ഓരോരുത്തരും കയറി വരും. ഇതുവരെ സമാധാനത്തിലിരുന്ന് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അവളെ ഫ്രഷാക്കുന്നതൊക്കെ അവിടെയുള്ളൊരു നേഴ്സായിരുന്നു. എന്തിനും ഏതിനും ആ നേഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇഷ്ടമല്ലെങ്കിൽ കൂടി ഒക്കെ കണ്ടു നിൽക്കാനേ രുദ്രനും കഴിയുള്ളൂ. കാരണം അവർ ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. പിന്നെ സർജറി കഴിഞ്ഞതല്ലേ, അവർ ചെയ്യുന്ന പോലെ ചെയ്യാൻ വേറൊരാൾക്കും കഴിയണമെന്നില്ല. ഇച്ചാ പതിയെ അവളൊന്ന് വിളിച്ചു. രുദ്രൻ മുഖമുയർത്തി അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളെ നോക്കി. എനിക്ക് തലയൊക്കെ കഴുകി നല്ലപോലെ ഒന്ന് കുളിക്കണം. അവളുടെ മുഖത്തേക്ക് നോക്കി കിടക്കുന്ന രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ തലമുടിയിൽ തരകിക്കൊണ്ട് അവൾ പറഞ്ഞു. രുദ്രൻ കണ്ണു കൂർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി. ശ്വാസം മുട്ടുവാണിച്ച ഒരു ഉഷാറില്ലാത്ത പോലെ, ആകെ കൂടെ ഒരു അസ്വസ്ഥത. കുളിച്ചാൽ ശരിയാവും. ഇപ്പം തലയിലെ മുറിവൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയില്ലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തിൽ പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഒരു ദിവസത്തിൽ 3 തവണയെങ്കിലും കുളിക്കുന്നവളാണ്. തലനനച്ച് കിടക്കണമെന്ന് പറഞ്ഞാലും കേൾക്കാതെ തലനനച്ച് കിടക്കും. അവളാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി തൻ്റെ മുന്നിൽ കെഞ്ചുന്നത്. അമ്മയെ വിളിക്കണം. വേണ്ട, ഇച്ച കുളിപ്പിച്ചാൽ മതി. ആ മറുപടി തന്നെയാണ് അവനക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദിച്ചതും. പതിയെ അവളിൽ നിന്നും മടന്നു മാറി അവളെ ബെഡിലിരുത്തി ഡോർ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി അവളുടെ വസ്ത്രങ്ങൾ അവളിൽ നിന്ന് അഴിച്ചു. ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം അവൻ ആദ്യമായാണ് അവൾ അത്രയും സൂക്ഷ്മതയോടെ കാണുന്നത്. കയ്യിലും കാലിലും കഴുത്തിലും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലും നിറം മങ്ങിയ ഒരുപാട് ചെറിയ അടയാളങ്ങൾ. രുദ്രൻ കൈകൊണ്ട് പതിയെ അതിൽ കൂടെയൊക്കെ തഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്നും താഴേക്ക് വീണ 2 തുള്ളി അവളുടെ തുടയിൽ വന്ന് പതിഞ്ഞു. ഇച്ച അവനെ നോക്കാതെ തലതായിത്തിരുന്നവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കരയുവാണെന്ന് കണ്ടതും അവൾ വേദനയോടെ വിളിച്ചു. ഈ ആഴ്ചയിൽ എത്ര തവണ ഈ കണ്ണുനീര് കണ്ടിട്ടുണ്ടാവും? മടുത്തു. അത്രത്തോളം കണ്ടു കാണും. ഒളിഞ്ഞും തെളിഞ്ഞും അവളുടെ ഇച്ഛ ഇത്ര ബലഹീനാണോ എന്ന് പോലും അവൾക്ക് തോന്നി. രുദ്രൻ അവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു. ഈശോ ഒന്നും മിണ്ടാതെ അവനോട് ചേർന്നിരുന്നു. രുദ്രൻ കവർ കൊണ്ട് അവളുടെ കൈയൊക്കെ പതിയെ കെട്ടിക്കൊടുത്തു. ചെറിയ പൊട്ടലുണ്ട്. പിന്നെ കുറച്ച് മാത്രം എണ്ണയെടുത്ത് അവളുടെ തലമുടിയിൽ മാത്രം തഴുകി കൊടുത്തു. ഒരു ടവൽ കൊണ്ട് അവളുടെ മാറിലായി കെട്ടിക്കൊടുത്ത് അവളെ കയ്യിൽ കോരിയെടുത്ത് ബാത്റൂമിൽ കയറി. ഓരോ ഭാഗവും മാത്രമേൽ സൂക്ഷ്മതയോടെയും അവൻ കഴുകി. തലയിലും മുറിവിലും സോപ്പാക്കാതെ വെള്ളമൊഴിച്ച് വേഗത്തിൽ തല തുടച്ചു കൊടുത്തു. അത്രത്തോളം സൂക്ഷ്മതയിൽ അവൻ ഓരോന്നും ചെയ്തു. യേശുവിൻ്റെ കണ്ണു നിറഞ്ഞു. ഈ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലേ? ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്? അവളുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. കുളി കഴിഞ്ഞ് പതിയെ എല്ലാ ഭാഗവും തുടച്ചു കൊടുത്ത ശേഷം ഡ്രസ്സ് ഇട്ട് കൊടുത്തു. തലയിലൂടെ ഇടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഫുൾ ബട്ടൺസ് ഉള്ള ചെറിയ ടോപ്പാണ് അവൻ ഇട്ട് കൊടുത്തത്. എല്ലാം അവൻ പുതുതായി വാങ്ങിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിലേക്ക് ഒരു പാലാസ പേനും ഇട്ട് കൊടുത്തു. മുടിയിലെ വെള്ളമൊക്കെ നന്നായി തുടച്ചു കളഞ്ഞ് അവളെ സെറ്റിയിലിരുത്തി. ഇനി ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം, അതുവരെ ഇവിടെ ഇരിക്കട്ടോ. അതും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിൽ പോയി കുളിച്ചു വന്നു. ഈശോ അവിടെ ഓരോന്നും ആലോചിച്ചിരിക്കുമായിരുന്നു. രുദ്രൻ്റെ അടുത്തേക്ക് പോകുന്നതും അവളൊന്ന് ചിരിച്ചു കൊടുത്തു. ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ടീഷർട്ട് കയ്യിലുണ്ട്. അതിടാൻ വേണ്ടി കൈ ഉയർത്തിയതും ഈശോവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. അവൾ ആ ടീഷർട്ട് വാങ്ങി സെറ്റിയിൽ വെച്ചു. ശേഷം അവനോട് അവൾക്ക് അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു. രുദ്രൻ ഒരു ചിരിയോടെ അവൾക്ക് അടുത്തിരുന്നതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. സന്തോഷം, സമാധാനം അതവളിൽ ആ നിമിഷം ആവോളം നിറഞ്ഞു. അവൻ്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ കവളും മൂക്കും ചുണ്ടും മുഖം ഒക്കെ ഇട്ടൊരുതി. എന്ത് ചെയ്തിട്ടും അവൾക്ക് മതിയാവുന്നില്ല. രുദ്രൻ കണ്ണുകൾ അടച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ചാരിയിരുന്നു. കുറച്ചു കഴിഞ്ഞതും വിഷുവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. രുദ്രൻ കണ്ണുകളടച്ച് കിടക്കുവാണ്. അവളുടെ നോട്ടം മനസ്സിലായതും അവൻ കണ്ണുകൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ യേശുവിൻ്റെ നോട്ടം കണ്ടതും അവൻ്റെ ഹൃദയം ഒന്ന് ഉച്ചത്തിൽ മിടിച്ചു. അവളുടെ നോട്ടം അവൻ്റെ ചുണ്ടുകളിലേക്കാണ്. ഇഷ, നീക്കൊരു ഉമ്മ തായിച്ച. അവൻ്റെ ചുണ്ടിലേക്ക് നോക്കിയാണ് അവളത് പറഞ്ഞത്. രുദ്രൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പാവം. രുദ്രൻ അവൻ്റെ മുഖം അവൾക്ക് അടുത്തേക്ക് താഴ്ത്തി. പതിയല്ലച്ച, ശ്വാസം നിൽക്കുന്നത് പോലെ എല്ലാം മറന്ന് ചുംബിക്കണം. കിതച്ചുകൊണ്ട് ഈ നെഞ്ചിൽ ചാരണം. എൻ്റെ ചുണ്ടിൽ നിന്ന് രക്തം വരണം. എനിക്ക് വേദനിക്കണം. അങ്ങനെ ഒരു ഉമ്മ തരുമോ? അവൻ്റെ ചുണ്ടിലേക്ക് തന്നെ നോക്കി അവളത് ചോദിക്കുമ്പോൾ രുദ്രൻ തലകുലുക്കി. എന്തു പറഞ്ഞാലും കേൾക്കുമെന്ന പോലെ. ഈശോ ഒന്ന് ചിരിച്ചു.
രുദ്രൻ ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ രണ്ട് കവിളിലും കൈവച്ച് മുഖം മുഖത്തിന് നേരെ അടുപ്പിച്ചു. അവളുടെ ചുണ്ടിൽ അമർത്തി മുത്തി പതിയെ കീച്ചുണ്ടിൽ അവൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിലേക്കാക്കി. ഈശോ നീങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിൽ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. രുദ്രൻ അവളുടെ ചുണ്ടിൽ പതിയെ പതിയെ ചുംബിച്ചു തുടങ്ങി. അവൻ്റെ കൈകൾ അവളിൽ എവിടെയും അലഞ്ഞില്ല, അവളുടെ കവളിൽ മാത്രം ഒതുങ്ങി നിന്നു. രുദ്രൻ അവളുടെ രണ്ട് ചുണ്ടുകളെയും മാറി മാറി ചുംബിച്ചു. അവൾ പറഞ്ഞ പോലെ അവൾ കീച്ചുണ്ടിൽ അവൻ്റെ പല്ലുകൾ ആഴ്ത്തി. അവളുടെ ചുണ്ടിൽ നിന്നും പൊടിഞ്ഞ രക്തത്തുള്ളികളെ അവനെ നാവ് കൊണ്ട് തുടച്ചു നീക്കി. അവ അവൻ്റെ ഉമ്മനിൽ കൂടി കലർന്നു. അവൻ്റെ കൈയെപ്പോഴും അവളുടെ കവളിൽ നിന്നും മാറിയില്ല. യേശുവിൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിൽ നിന്നും അവൻ്റെ നെഞ്ചിലേക്കും പുറത്തേക്കുമൊക്കെ ഇഴഞ്ഞു. വേണ്ടടാ, അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. അവളൊന്നും മിണ്ടിയില്ല. രുദ്രൻ അവളുടെ നെറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് ചുംബിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. തുടങ്ങി വെച്ചാൽ അതൊരു സങ്കടമാകും. ഇപ്പോഴും ശരീരത്തിലെ ചതവുകളോ മുറിവുകളോ ഒന്നും ശരിക്കും മാറിയിട്ടില്ല.